3 ജാഥകളാണ് കേരളത്തിൽ ആകെ LDFിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്. ഇതിപ്പോൾ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിലാണ് ഈ ജാഥ സഞ്ചരിക്കുക. 12-ാം തീയതി ദേശീയാടിസ്ഥാനത്തിൽ തൊഴിലാളി വർഗവും മറ്റ് അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ട സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനമാണ്. പണിമുടക്ക് ഉൾപ്പെടെ പ്രഖ്യാപിച്ച ദിനമാണ്. അന്ന് ഞങ്ങൾ അതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ജാഥാ പര്യടന പരിപാടി 12-ാം തീയതി നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ 16-ാം തീയതിയാണ് ഈ ജാഥ സമാപിക്കുക. മധ്യ കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജാഥ എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ആ ജില്ലകളിലാണ് പര്യടനം നടക്കുക. തീരദേശത്തോടുകൂടി വളരെ പ്രധാനപ്പെട്ട ഒരു ജാഥ തൃശ്ശൂരിൽ നിന്ന് ആരംഭിച്ച് ആലപ്പുഴ, കൊല്ലം, അതുപോലെ തിരുവനന്തപുരം ഈ 4 ജില്ലയിലാണ്. CPIയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ബിനോയ് വിശ്വം സഖാവാണ് ആ ജാഥ നയിക്കുന്നത്. കേരള കോൺഗ്രസ് മാണിയുടെ സംസ്ഥാന നേതാവാണ്, ചെയർമാനാണ് ജോസ് കെ മാണി. അദ്ദേഹമാണ് എറണാകുളം മേഖലയിലുള്ള ജാഥ നയിക്കുക. എല്ലാ ജാഥകളും ഒരു ദിവസം രാവിലെ ഒരു പരിപാടി, അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം 3 പരിപാടി എന്ന രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. വലിയ ജനകീയ മുന്നേറ്റം സൃഷ്ടിക്കാൻ ഈ ജാഥക്ക് സാധിക്കും. എല്ലാം ഓരോ മണ്ഡലത്തിൽ ഓരോ പരിപാടി എന്ന നിലയിലാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ആ പരിപാടികളെല്ലാം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാകെ ഒറ്റക്കെട്ടായിട്ട് ഉള്ളത്. ഈ ജാഥയോടൊപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ പാർട്ടി നേതാക്കളും ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. CPIയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് നമുക്കെല്ലാം അറിയുന്നത് പോലെ MP കൂടിയായ സന്തോഷ് കുമാറാണ് നമ്മുടെ മാനേജർ. ബാക്കി എല്ലാ നേതാക്കളും ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. ഓരോരാളായിട്ട് വെളിപ്പെടുത്തിയാൽ റെയിൽവേ അപകടനയെപ്പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു. റെയിൽവേ മാത്രമല്ല, ഒരു കാര്യവും കേരളത്തിന് അനുകൂലമായിട്ട് ഈ ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് ഇല്ല. ഇപ്പോൾ UDFകാർ പ്രതികരിച്ചത് കേന്ദ്രത്തിൻ്റെ നിലപാടിനെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കേരളം ആവശ്യപ്പെട്ടിട്ടില്ല എന്ന പച്ച കളവ്. എന്ത് പറയുമ്പോഴും കളവ് പറയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട VD സതീശൻ ഉൾപ്പെടെയുള്ളവരുടെ ഇപ്പോഴത്തെ സമീപനം. എയിംസ് ഉൾപ്പെടെ ഞാൻ അവരോടും പറയാൻ പോവാം. ഞാൻ പറഞ്ഞു പോകുന്നതെന്ന് പറഞ്ഞാൽ കേരളം പ്രധാനമായിട്ട് വേണം എന്നാവശ്യപ്പെട്ട 29 ഇന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല. 29 കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളാണ് നമ്മൾ എയിംസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. എല്ലാ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സന്ദർഭത്തിൽ MP കൂടിയാണല്ലോ ഇവിടെ നമ്മൾ മാനേജറായിട്ടുള്ളത്. എല്ലാ ഘട്ടത്തിലും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഈ എയിംസിൻ്റെ കാര്യം. അതിന് സ്ഥലം കണ്ടെത്തി, ആ സ്ഥലത്ത് കൂടുതൽ സ്ഥലം വേണം, അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങൾ വേണം എന്ന് പറഞ്ഞതിനായിട്ട് സ്ഥലപ്പെടുത്തി അതും ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായി. എല്ലാം കഴിഞ്ഞിട്ടും എയിംസ് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് കേരളത്തോടുള്ള അവഗണനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇവിടെ പ്രധാനപ്പെട്ട റെയിൽവേ വികസനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമുണ്ട്. അതിവേഗ അല്ലെങ്കിൽ അർദ്ധവേഗ തീവണ്ടികൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന പുതിയ റെയിൽ സംവിധാനം ഒന്നും തന്നെ നമുക്ക് അനുവദിച്ചിട്ടില്ല. നേരത്തെ റെയിലുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്തതാണ്. കേന്ദ്ര ഗവൺമെൻറ് കൂടി അവരുടെ കൂടി പങ്കാളിത്തത്തോടുകൂടി നടത്താൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചതാണ്. അത് അവസാനം കേന്ദ്ര ഗവൺമെൻറ് സമ്മതിച്ചില്ല. അപ്പോഴാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കേന്ദ്ര ഗവൺമെൻറ് തന്നെ പിന്തുണയോടുകൂടി ഞാൻ തയ്യാറാക്കുന്ന പദ്ധതി എന്ന് പറഞ്ഞിട്ട് നമുക്കെല്ലാം പ്രിയപ്പെട്ട ശ്രീധരൻ, എല്ലാവർക്കും അറിയാലോ ശ്രീധരൻ്റെ, അദ്ദേഹം ഒരു പരിപാടി കേരളത്തിൻ്റെ മുമ്പിൽ കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ടാണ്
കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോടുകൂടിയാണ് എന്ന് പറഞ്ഞിട്ട് അവതരിപ്പിച്ചു. പക്ഷേ ഇന്ന് ഇപ്പോൾ പ്രഖ്യാപിച്ചു വന്നപ്പോൾ അതുമില്ല. ഈ ശ്രീധരൻ തന്നെ അതിശക്തിയായിട്ടുള്ള നിരാശയാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ കേരളത്തിലെ ഗവൺമെൻറ് ഞങ്ങൾ പ്രധാനമായിട്ടും ഒരു പുതിയ പദ്ധതി ഇതിൻ്റെ ഭാഗമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. മന്ത്രിസഭ അംഗീകരിച്ചു, തത്വത്തിൽ അംഗീകരിച്ചു. കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ചർച്ച ചെയ്യാമെന്ന് കേന്ദ്രമന്ത്രിയോട് സംസാരിച്ചപ്പോൾ സമ്മതിക്കുകയും ചെയ്തു. അത് ഈ റെയിലിൻ്റെ ഭാഗമായിട്ടല്ല, നമ്മളത് RRTC എന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത്. അത് റാപ്പിഡ് റെയിൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന രീതിയിലാണ് അത് അവതരിപ്പിച്ചത്. അതായത് നഗരങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കുള്ള യാത്രക്ക് ആവശ്യമുള്ള ഒരു പദ്ധതി ഇപ്പോഴത് ഇന്ത്യയിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ചേർന്നുകൊണ്ട് കേരളത്തിലും നടപ്പിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് വകുപ്പ് മന്ത്രിയുമായിട്ട് സംസാരിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള ഒരു ധാരണ. അത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല, ഇപ്പോഴും അതും പ്രഖ്യാപിച്ചിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആര് മുന്നോട്ടേക്ക് വെക്കുന്നു എന്നുള്ളതല്ല, കേരളത്തിന് ആവശ്യമുള്ള അതിവേഗ അല്ലെങ്കിൽ അർദ്ധവേഗ ട്രെയിൻ അതുപോലെ തന്നെ പാതയും വേണം. അത് ഇന്നയാളായിക്കോളാം എന്നുള്ള നിർബന്ധവും ഞങ്ങൾക്കില്ല. നേരത്തെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു വിവരം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഈ ശ്രീധരൻ മുന്നോട്ടേക്ക് വെച്ച നിർദ്ദേശത്തിന് പിന്തുണയില്ല എന്നാണ് ഞങ്ങൾക്ക് നേരത്തെ കിട്ടിയ മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം. അതാണെങ്കിൽ, അത് സമ്മതിക്കുകയാണെങ്കിൽ അതിലും ഞങ്ങൾക്ക് തർക്കമുള്ള കാര്യമല്ല. ഇനി അതില്ലെങ്കിൽ ഈ പറയുന്ന RRTCയുടെ ഭാഗമായിട്ടുള്ള പദ്ധതിയിലേക്ക് പോകാൻ നമുക്ക് സാധിക്കണം. അത് മിക്കവാറും തൂണിൽ തന്നെയാണ്, ഈ ശ്രീധരൻ പറഞ്ഞതുപോലെ തന്നെയാണ്. പിന്നെ വളരെ അപൂർവം മാത്രമേ മറ്റ് ഗുഹയായാലും അതുപോലെ തന്നെ ബദലായാലും വേണ്ടി വരുള്ളൂ. പരമാവധി തൂണുകളിൽ തന്നെയാണ്. അപ്പോൾ ചെറിയ സ്ഥലം മാത്രമേ ഏറ്റെടുക്കേണ്ടി വരുള്ളൂ. കേരളത്തിന് സൗകര്യപ്രദമായ കാര്യമാണ്.